CBSE ക്ലാസ് 10th മാത്തമാറ്റിക്സിലെ ചാപ്റ്ററാണ് റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് ചാപ്റ്റർ. അതിൽ ഒരു പോർഷനാണ് യൂക്ലിഡ്സ് ഡിവിഷൻ അൽഗോരിതം. യൂക്ലിഡ്സ് ഡിവിഷൻ അൽഗോരിതം എന്താണെന്നുള്ളത് ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ അത് ഞാൻ പറഞ്ഞുതരാം. അതിൽ ടൈപ്പ് 1 ക്വസ്റ്റ്യൻ ആണ് ഓൺ ഫൈൻഡിങ് ദ HCF ഓഫ് 2 പോസിറ്റീവ് ഇൻറ്റിജേഴ്സ്. 2 പോസിറ്റീവ് ഇൻറ്റിജേഴ്സിൻ്റെ HCF കാണാനായിട്ട് എങ്ങനെയാണ് യൂക്ലിഡ്സ് ഡിവിഷൻ അൽഗോരിതം യൂസ് ചെയ്യുന്നതെന്ന്. ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരിക്കും ചോദിക്കുന്നത്: യൂസ് യൂക്ലിഡ്സ് ഡിവിഷൻ അൽഗോരിതം ടു ഫൈൻഡ് ദ HCF ഓഫ് 210 ആൻഡ് 55. 2 നമ്പേഴ്സിൻ്റെ HCF യൂക്ലിഡ്സ് ഡിവിഷൻ അൽഗോരിതം വെച്ച് ചെയ്യാന്നുള്ളത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് തന്നിരിക്കുന്ന നമ്പേഴ്സിൽ 210, 55 അതിൽ ഗ്രേറ്റർ വാല്യൂ എന്ന് പറയുന്നത് 210 ആണ്, ലെസർ വാല്യൂ എന്ന് പറയുന്നത് 55 ആണ്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് 210നെ 55 കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇതാണ് യൂക്ലിഡ്സ് ഡിവിഷൻ അൽഗോരിതം ചെയ്യുന്ന സ്റ്റെപ്പും. അപ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്കും 210നെ 55 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 ആയിരിക്കും കോഷ്യൻ്റ് വരുന്നത്, റിമൈൻഡർ 45 വരും. ഒരു സ്റ്റെപ്പ് മാത്രം ചെയ്തു വെച്ചിരുന്നാൽ മതി, ഫസ്റ്റ് സ്റ്റെപ്പ് മാത്രം മതി. അപ്പം എന്താ 55ഉം 3യും റിമൈൻഡർ എന്തുവാ 45 എന്നും വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്കറിയാം ഡിവിഡൻറ്റിനെ നമ്മൾ എങ്ങനെയാണ് എഴുതുന്നത്? ഡിവൈസർ ഇൻറ്റു കോഷ്യൻറ്റ് പ്ലസ് റിമൈൻഡർ ആണ്. ഇവിടുത്തെ ഡിവിഡൻറ്റ് എന്ന് പറയുന്നത് 210 ആണ്, ഡിവൈസർ എന്ന് പറയുന്നത് 55 ആണ്, കോഷ്യൻ്റ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയത് 3 ആണ്, ആൻഡ് റിമൈൻഡർ 45 ആണ്. സോ നമുക്ക് 210നെ എങ്ങനെ എഴുതാം? ഡിവൈസർ 55 ഇൻറ്റു കോഷ്യൻറ്റ് 3 പ്ലസ് റിമൈൻഡർ 45. ഇങ്ങനൊരു സ്റ്റെപ്പിൽ ഫസ്റ്റ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ആവും. 210 ഇസ് ഈക്വൽ ടു 55 ഇൻറ്റു 3 പ്ലസ് 45. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ കിട്ടിയ 45 ഉണ്ടല്ലോ, ഇവിടെ 55 ആണ് നമുക്ക് ഡിവൈസറായിട്ട് കിട്ടിയത്. ഫസ്റ്റ് സ്റ്റെപ്പിൽ കിട്ടിയ ഡിവൈസർ എന്താകും? ഡിവിഡൻ്റ് ആവും, അകത്തെഴുതും. 45 കൊണ്ടായിരിക്കും അതിനെ ഡിവൈഡ് ചെയ്യുന്നത്. കിട്ടിയ റിമൈൻഡറിനെയാണ് നമ്മൾ ഇങ്ങോട്ട് എടുത്തെഴുതുന്നത്. സോ നമുക്ക് എന്ത് കിട്ടും? 1 കോഷ്യൻറ്റും റിമൈൻഡർ 10ഉം കിട്ടും. നേരത്തെ എഴുതിയ അതേ റൂൾ വെച്ചിട്ട് തന്നെ ഡിവൈസ് 55, ഡിവിഡൻറ്റ് ഡിവൈസർ 45, കോഷ്യൻറ്റ് 1, റിമൈൻഡർ 10. സെക്കൻഡ് സ്റ്റെപ്പും കംപ്ലീറ്റ് ആവും. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നേരത്തെ എടുത്ത കണക്ക് തന്നെ എന്തായിരിക്കും? ഇവിടെ ലാസ്റ്റ് കിട്ടിയത് എന്താ? 10 അല്ലേ? ഇവിടുത്തെ ഡിവൈസർ എന്തായിരുന്നു? 45. സോ 45നെ എന്ത് ചെയ്യും? 10 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അതാണ് ഈ ഒരു സ്റ്റെപ്പ്. അതിൽ നമുക്ക് കോഷ്യൻറ്റ് 4 കിട്ടും, റിമൈൻഡർ 5 കിട്ടും. വീണ്ടും എഴുതുക: 45 ഡിവിഡൻറ്റ് ഡിവൈസർ 10 ഇൻറ്റു 4 കോഷ്യൻറ്റ് 5 റിമൈൻഡർ. ആ സ്റ്റെപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കും? ഇവിടുത്തെ ഡിവൈസർ 10ഉം റിമൈൻഡർ 5 അല്ലേ? സോ എന്ത് ചെയ്യുക? ഡിവൈസറിനെ റിമൈൻഡർ കൊണ്ട് വീണ്ടും ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് വരുന്ന സ്റ്റെപ്പ് എന്തായിരിക്കും? 10നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, 2 കോഷ്യൻ്റ് വരും, 0 റിമൈൻഡർ വരും. എപ്പോഴാണോ 0 റിമൈൻഡർ വരുന്നത് ആ ഒരു സ്റ്റെപ്പ് വരെ നമ്മൾ ചെയ്തു പോവുക. അപ്പോൾ എവിടെയാണോ 0 റിമൈൻഡർ ആവുന്നത് അവിടെ വെച്ച് സ്റ്റെപ്പ് നിർത്തുക. അവിടുത്തെ ഡിവൈസർ എന്താണെന്ന് നോക്കുക ലാസ്റ്റ് സ്റ്റെപ്പിൽ. ആ ഡിവൈസർ ആയിരിക്കും ആ ക്വസ്റ്റ്യനിൻ്റെ HCF എന്ന് പറയുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത് 210ൻ്റെയും 55ൻ്റെയും HCF ആണ്. ഈ സ്റ്റെപ്പ് ചെയ്ത് ലാസ്റ്റ് നമുക്ക് വരുന്ന സ്റ്റെപ്പിൻ്റെ ഡിവൈസർ ആയിരിക്കും HCF എന്ന് പറയുന്നത്. ഇതേ കണക്കാണ് യൂക്ലിഡ്സ് ഡിവിഷൻ അൽഗോരിതം വെച്ചിട്ട് HCF കണ്ടുപിടിക്കുന്നത് 2 നമ്പേഴ്സിൻ്റെ. നിങ്ങൾക്ക് വേറെ 2 നമ്പേഴ്സ് വെച്ചിട്ട് ചെയ്തു നോക്കാവുന്നതാണ്. അടുത്തത് ഓൺ ഫൈൻഡിങ് ദ HCF ഓഫ് 3 നമ്പേഴ്സ്. ഇനി 3 നമ്പേഴ്സിൻ്റെ HCF എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. ഇതാണ് ഫോളോയിങ് സ്റ്റെപ്സ്. സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2, സ്റ്റെപ്പ് 3. അതെന്താണെന്ന് ഞാനൊരു പ്രോബ്ലത്തിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് on finding HCF of 3 numbers, use Euclid's division algorithm to find the HCF of 441, 567, 693. 3 നമ്പേഴ്സ് ഉണ്ട്. ഈ 3 നമ്പേഴ്സിൻ്റെയും HCF കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കാം. ഫൈൻഡ് ദ HCF ഓഫ് എനി 2 ഗിവൺ നമ്പേഴ്സ്. അപ്പോൾ ഈ തന്നിരിക്കുന്ന 3 നമ്പേഴ്സിൽ ഏതെങ്കിലും 2 നമ്പേഴ്സിൻ്റെ HCF ആദ്യം കണ്ടുപിടിക്കുക. അതാണ് സ്റ്റെപ്പ് 1. സോ ഞാനിപ്പോൾ 441ഉം 567ഉം ആണ് എടുത്തത്. അതിൻ്റെ 2ൻ്റെ HCF നമ്മൾ നേരത്തെ പഠിച്ച യൂക്ലിഡ്സ് അൽഗോരിതം വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാം. ഓക്കെ, അതിലെന്തായിരുന്നു? നമ്പർ എടുക്കുമ്പോഴത്തേക്കും ലാർജസ്റ്റ് നമ്പറിനെ സ്മോളസ്റ്റ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 567നെ 441 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം 1 കോഷ്യൻറ്റും
126 റിമൈൻഡർ ആയിട്ട് വരും. സോ നമ്മൾ റൂൾ വെച്ച് എഴുതുമ്പോഴത്തേക്ക് ഡിവിഡൻറ്റ് 567 ഇസ് ഈക്വൽ ടു ഡിവൈസർ ഇൻറ്റു കോഷ്യൻ്റ് പ്ലസ് റിമൈൻഡർ. ഫസ്റ്റ് സ്റ്റെപ്പ് അങ്ങനെ ചെയ്യാം. ഫസ്റ്റ് സ്റ്റെപ്പിൽ നിന്ന് കിട്ടുന്ന ഡിവൈസറും റിമൈൻഡറും വെച്ച് വേണം പിന്നെ അടുത്ത സ്റ്റെപ്പ് ചെയ്യാനായിട്ട്. അപ്പോൾ 441 ആണ് ഡിവൈസർ, റിമൈൻഡർ 126 ആണെന്ന് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്കും കോഷ്യൻ്റ് 3യും റിമൈൻഡർ 63 കിട്ടും. സോ വീണ്ടും നമ്മൾ റൂൾ വെച്ചിട്ട് അത് എഴുതും. 441 ഇസ് ഈക്വൽ ടു ഡിവൈസർ എത്രയാണ് 126, കോഷ്യൻ്റ് 3 ആൻഡ് റിമൈൻഡർ 63. രണ്ടാമത്തെ സ്റ്റെപ്പും അതേ കണക്ക് ചെയ്യും. സോ സെക്കൻഡ് സ്റ്റെപ്പിൽ കിട്ടിയ ഡിവൈസറും റിമൈൻഡറും ഉണ്ട്, അത് വെച്ചിട്ട് അടുത്ത സ്റ്റെപ്പ് ചെയ്യുക. 126നെ 63 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം കോഷ്യൻ്റ് 2ഉം റിമൈൻഡർ 0യും കിട്ടും. സ്റ്റെപ്പ് എഴുതുന്നു. ഡിവിഡൻറ്റ് 126 ഇസ് ഈക്വൽ ടു ഡിവൈസർ 63 ഇൻറ്റു കോഷ്യൻ്റ് പ്ലസ് റിമൈൻഡർ 0. അപ്പോൾ 0 വരെയാണ് നമ്മൾ യൂക്ലിഡ്സ് ഡിവിഷൻ അൽഗോരിതം ചെയ്യുന്നത്. 0 വരെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നത്, ലാസ്റ്റ് സ്റ്റെപ്പിൽ ഡിവൈസർ എന്താണോ അതായിരിക്കും ആ നമ്പേഴ്സിൻ്റെ HCF. അപ്പം ഫസ്റ്റ് സ്റ്റെപ്പ് ഇങ്ങനെയുള്ളൂ, 2 നമ്പേഴ്സിൻ്റെ HCF കണ്ടുപിടിക്കുക എന്നുള്ളത്. ഓക്കെ, സെക്കൻഡ് സ്റ്റെപ്പ് എന്താ പറയുന്നത് നോക്കാം. ഫൈൻഡ് the HCF of the third given number and the HCF obtained in the step 1. സ്റ്റെപ്പ് 1ൽ കിട്ടിയ HCFും അതുപോലെ നമ്മൾ 2 നമ്പേഴ്സല്ലേ എടുത്തിട്ടുള്ളൂ, ബാക്കിയുള്ള നമ്പർ ഏതാ 693. ഇപ്പോൾ കിട്ടിയ HCFും ബാക്കിയുള്ള 693യുമായിട്ട് HCF കണ്ടുപിടിക്കുക. അപ്പോൾ 63 ആണ് നേരത്തെ കിട്ടിയ HCF, ഇനി റിമൈനിങ് നമ്പർ ഉള്ളത് 693 ആണ്. ഇനി ഇതിൻ്റെ രണ്ടിൻ്റെയും HCF കണ്ടുപിടിക്കുക. എങ്ങനെയാണ് യൂക്ലിഡ്സ് ഡിവിഷൻ അൽഗോരിതം വെച്ച് ചെയ്യുന്നത്? അതിൻ്റെ ഗ്രേറ്റസ്റ്റ് നമ്പർ ഏതാണ് 696, അതിനെ എന്ത് കൊണ്ട് ഡിവൈഡ് ചെയ്യുക, സ്മോളസ്റ്റ് നമ്പർ 63 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പായിരിക്കും നമ്മൾ ചെയ്യുന്നത്. ചെയ്യുമ്പോൾ 63 11 കോഷ്യൻറ്റും 0 റിമൈൻഡർ ആയിട്ട് വരും. അപ്പം ആ സ്റ്റെപ്പിൽ തന്നെ തീരുകയാണ്. 693 ഇസ് ഈക്വൽ ടു 63 ഇൻറ്റു 11 ഇൻറ്റു 0. അത്രയും സ്റ്റെപ്പ് ചെയ്താൽ മതി, കാരണം എൻ്റെ റിമൈൻഡർ 0 വന്നതുകൊണ്ട്. സോ എപ്പോഴാണോ റിമൈൻഡർ 0 വരുന്നത് ആ ടൈം അവിടെയുള്ള ഡിവൈസർ ആയിരിക്കും എന്തെന്ന് പറയുന്നത് HCF എന്ന് പറയുന്നത്. അപ്പം 63യുടെയും 693യുടെയും HCF എന്തായിരിക്കും 63 തന്നെയായിരിക്കും. ഓക്കെ, അപ്പം സെക്കൻഡ് സ്റ്റെപ്പും കഴിഞ്ഞിരിക്കുന്നു. തേർഡ് സ്റ്റെപ്പ് എന്താ പറഞ്ഞിരിക്കുന്നത്? ദ HCF ഒബ്റ്റെയിൻഡ് ഇൻ സ്റ്റെപ്പ് 2 ഇസ് ദ HCF ഓഫ് 3 ഗിവൺ നമ്പേഴ്സ്. അതായത് സ്റ്റെപ്പ് 2ൽ നമുക്ക് ഏത് HCF ആണോ കിട്ടിയത് ആ HCF ആയിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന 3 നമ്പേഴ്സിൻ്റെയും HCF എന്ന് പറയുന്നത്. അതാണ് എഴുതി വെച്ചിരിക്കുന്നത്. HCF ഓഫ് 441, 567 ആൻഡ് 693 എന്ന് പറയുന്നത് എന്തായിരിക്കും, സെക്കൻഡ് സ്റ്റെപ്പിൽ കിട്ടിയ LCM എന്താണോ അത് തന്നെ ആയിരിക്കും. അങ്ങനെയാണ് നമ്മൾ ആ ഒരു ആൻസർ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇപ്പം നമ്മൾ 2 എണ്ണം പഠിച്ചായിരുന്നു. 2 നമ്പേഴ്സിൻ്റെ HCF കണ്ടുപിടിക്കുന്ന, 2 പോസിറ്റീവ് നമ്പേഴ്സിൻ്റെ HCF കണ്ടുപിടിക്കുന്നതും അതുപോലെ തന്നെ 3 നമ്പേഴ്സിൻ്റെ കണ്ടുപിടിക്കുന്നതും. അത് വെച്ചിട്ട് ഇത്രയും പ്രോബ്ലം നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. 2 പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് വെച്ചിട്ട് 32, 54, 18, 24, 70, 30 എല്ലാം നമ്മൾ ചെയ്ത കണക്ക് തന്നെ. അതുപോലെ ഇതും ഒക്കെ അതേ കണക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. 3 നമ്പേഴ്സ് വരുമ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഫസ്റ്റ് 2 നമ്പേഴ്സിൻ്റെ HCF കണ്ടുപിടിക്കുക. ആ കിട്ടിയ HCFും റിമൈൻഡറും കൊണ്ടിട്ട് അടുത്ത HCF കണ്ടുപിടിക്കുക. ആ സെക്കൻഡ് സ്റ്റെപ്പിൽ കിട്ടുന്ന HCF ആയിരിക്കും 3 നമ്പേഴ്സിൻ്റെ HCF. അതുപോലെ ചെയ്തു നോക്കുക. ഓൺ സം ആപ്ലിക്കേഷൻസ് ഓഫ് HCF ടൈപ്പ് 3 ആണ്. ഇപ്പോൾ നമ്മൾ പഠിച്ച യൂക്ലിഡ്സ് ഡിവിഷൻ അൽഗോരിതത്തിന് ടൈപ്പ് 3 എന്ന് പറയുന്ന ആപ്ലിക്കേഷൻസ് പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. Any contingent of 616 members is to march behind any army band of 32 members in parade. The two groups are to match in the same number of columns. What is the maximum number of columns in they can march? മാർച്ച് ചെയ്യാൻ പറ്റുന്ന മാക്സിമം നമ്പർ ഓഫ് കോളം ആണ് ചോദിച്ചിരിക്കുന്നത്. 616 മെമ്പേഴ്സാണ് മാർച്ച് ചെയ്യേണ്ടത്, 32 മെമ്പേഴ്സിൻ്റെ ബാൻഡാണ്. സോ നമ്മൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ നമുക്കറിയാം 616ഉം 32 ആണ് നമുക്ക് തന്നിരിക്കുന്നത്. മാക്സിമം നമ്പർ ഓഫ് കോളംസ് ദേ ക്യാൻ മാർച്ചാണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നതെങ്കിൽ ദ മാക്സിമം നമ്പർ ഓഫ് കോളംസ് ഇൻ വിച്ച് ദേ ക്യാൻ മാർച്ച് എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള 616ൻ്റെയും 32ൻ്റെയും HCF കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. നമ്മൾ HCF കണ്ടുപിടിക്കുക അറിയാൻ 2 നമ്പേഴ്സിൻ്റെ HCF എങ്ങനെ കണ്ടുപിടിക്കുന്നത് യൂക്ലിഡ്സ് ഡിവിഷൻ അൽഗോരിതം വെച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ തന്നെ സ്റ്റെപ്പ് എഴുതി ചെയ്ത് നോക്കുക. ആൻസർ കിട്ടുന്നത് 8 ആയിരിക്കും. എങ്ങനെയാണ് ഒരു ആപ്ലിക്കേഷൻ പ്രോബ്ലം ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമുക്കറിയാവുന്ന രീതിയിലേക്ക് അത് മാറ്റുന്നതെന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇതേ കണക്ക് ഫൈൻഡ് ദ ലാർജസ്റ്റ് നമ്പർ വിച്ച് ഡിവൈഡ്സ് 245 ആൻഡ് 1029, ദ റിമൈൻഡർ 5 ഇൻ ഈച്ച് കേസ്. അതായത് ഈ 245ഉം 129ഉം ഒരു ലാർജസ്റ്റ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ, അതായത് ഏത് ലാർജസ്റ്റ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് റിമൈൻഡർ 5 വരുന്ന
എന്ന് പറയുന്നത്. അപ്പോൾ ലാർജസ്റ്റ് നമ്പർ ഏതാണെന്ന് കണ്ടുപിടിക്കണം. ഇതിനെ രണ്ടിനെയും ഡിവൈഡ് ചെയ്യുന്ന ലാർജസ്റ്റ് നമ്പർ. പക്ഷേ റിമൈൻഡർ എന്തായിരിക്കണം? 5 ആയിരിക്കണം. സോ റിമൈൻഡർ 5 എന്ന് പറയണമെങ്കിൽ ഈ 245 നിന്ന് 5 കുറയ്ക്കുമ്പോൾ 240 കിട്ടും. അതുപോലെ 1029 നിന്ന് 5 കുറയ്ക്കുമ്പോൾ 1024 കിട്ടും. അപ്പോൾ റിമൈൻഡർ 5 വരുന്നുണ്ട്. അത് കുറച്ച് കളഞ്ഞാൽ ഈ 240യും 1024 എന്തായിരിക്കും? നമുക്ക് ആ ലാർജസ്റ്റ് നമ്പറിന് ഡിവിസിബിൾ ആയിരിക്കും അല്ലേ. ഇനി ധൈര്യമായിട്ട് നമുക്ക് 240യുടെയും 1024ൻ്റെയും എന്ത് കണ്ടുപിടിക്കാം? HCF കണ്ടുപിടിക്കാം. സോ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ആണ് തരുന്നതെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്ന ആ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് നമ്പേഴ്സ് ഉണ്ടല്ലോ 245, 1029, അതിൽ നിന്ന് റിമൈൻഡർ എത്രയാണോ അത് കുറച്ച് എഴുതുക. ഓക്കെ, എന്നിട്ട് ആ രണ്ട് നമ്പേഴ്സിൻ്റെ HCF ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായിരിക്കും ആൻസർ. ഇവിടെ നമ്മൾ HCF നിങ്ങൾ തന്നെ സ്റ്റെപ്പിട്ട് ചെയ്തു പോവുക. ആൻസർ 16 ആയിരിക്കും വരുന്നത്. പ്രാക്ടീസ് ചെയ്തു പോവുക യൂക്ലിഡ്സ് ഡിവിഷൻ അൽഗോരിതം വെച്ചിട്ട്. ഓക്കെ, ഇതാണ്. വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. നേരത്തെ ക്വസ്റ്റ്യനിൽ രണ്ടും 5 ആയിരുന്നു. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ ലാർജസ്റ്റ് നമ്പർ ദാറ്റ് ഡിവൈഡ്സ് 2053, 967 ആൻഡ് ലീവ്സ് എ റിമൈൻഡർ ഓഫ് 5 and 7 റെസ്പെക്റ്റീവ്ലി. അതായത് 2053 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5 ആണ് റിമൈൻഡർ വരുന്നതെന്നും 967 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 7 ആണ് വരുന്നതെന്നും പറയുന്നത്. സോ ആ നമ്പർ ഏതാണെന്ന് കണ്ടുപിടിക്കുക. ഓക്കെ, 2053 ഡിവൈഡ് ചെയ്യുമ്പോൾ 5 ആണ് വരുന്നത്. സോ അതിൽ നിന്ന് 5 കുറയ്ക്കുക. അപ്പോൾ 2048 കിട്ടും. അതുപോലെ 7 അല്ലേ, അപ്പോൾ എന്ത് ചെയ്യുക? 967 7 കൊണ്ട് മൈനസ് ചെയ്യുക. അപ്പോൾ ആൻസർ എന്ത് കിട്ടും? 968. ഈ രണ്ട് നമ്പേഴ്സ് ആയിരിക്കും നമുക്ക് HCF കണ്ടുപിടിക്കേണ്ടത്. എങ്കിൽ ആ കണ്ടുപിടിക്കുന്ന HCF ആയിരിക്കും ദ ലാർജസ്റ്റ് നമ്പർ എന്ന് പറയുന്നത്. സോ സ്റ്റെപ്പിൽ എന്ത് കണ്ടുപിടിക്കുക? HCF ഓഫ് 2048 and 960 കണ്ടുപിടിക്കുക. ആൻസർ 64 ആയിരിക്കും. സ്റ്റെപ്പ് നിങ്ങൾ തന്നെ ചെയ്തു നോക്കണം. ഓക്കെ, അതുപോലെ ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇത്. രണ്ടും ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പോൾ 120 liters ഓഫ് ഓയിൽ, 180 liters ഓഫ് അനദർ കൈൻഡ്, 240 liters ഓഫ് തേർഡ് കൈൻഡ്, 3 കൈൻഡ് ഓയിൽസ് ആണ്. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ട ഗ്രേറ്റസ്റ്റ് കപ്പാസിറ്റി ആണ് 120, 180, 240. അതിൻ്റെ HCF കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഗ്രേറ്റസ്റ്റ് കപ്പാസിറ്റി കിട്ടും. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. During a sale, color pencils were being sold in packs of 24 each and crayons in packs of 32 each. കണ്ടുപിടിക്കേണ്ടത് എന്താ? സെയിം നമ്പർ ഓഫ് പെൻസിൽസ്, ഫുൾ പാക്സ് ഓഫ് ബോത്ത് ആണ്. സോ ഹൗ മെനി ഓഫ് ഈച്ച് വുഡ് യു നീഡ് ടു പേ? അപ്പോൾ എത്രനായിരിക്കും പേ ചെയ്യേണ്ടത്? സോ 24ഉം 32 അല്ല തന്നിരിക്കുന്നത്. സോ യു ഹാവ് ടു കാൽക്കുലേറ്റ് ദ HCF ഓഫ് 24 and 32. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 144 cartons of Coke cans and 90 cartons of Pepsi cans അത് തന്നിട്ടുണ്ട്. Can be stacked in a canteen if each stack is of same height and is to contain cartons of the same drink. അപ്പോൾ അങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത്. ഗ്രേറ്റസ്റ്റ് നമ്പർ ഓഫ് കാർട്ടൺസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? 144 and 90യുടെ HCF കണ്ടുപിടിക്കുക. അതായിരിക്കും ആൻസർ. സെയിം അതേ കണക്കാണ്. ഇനി നമ്മൾ ലാസ്റ്റ് ചെയ്തൊരു പ്രോബ്ലം ഇല്ലേ, ഫൈൻഡ് ദ ഗ്രേറ്റസ്റ്റ് നമ്പർ വിച്ച് ഡിവൈഡ്സ് 285 and 1249. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? 285, 1249 ഉണ്ട്. 285 മൈനസ് 9 ചെയ്യുക, 1249 മൈനസ് 7 ചെയ്യുക. എന്നിട്ട് അതിൻ്റെ HCF കണ്ടുപിടിക്കുക. ബാക്കിയെല്ലാം അതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് തന്നെ ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത് 2019 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്.